നീ കരയില്ലേ ടീന, ഒന്ന് സമാധാനപ്പെട്. ഞാൻ പറഞ്ഞപ്പോ ഇവിടെ ആരും വിശ്വസിച്ചില്ലല്ലോ. എന്റെ തോന്നലാന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായി? നിന്റെ കണ്ണി തന്നെ കണ്ടില്ലേ? നീ പറഞ്ഞത് ശരി തന്നെയാ. അത് സാധാരണ മനുഷ്യനല്ല, പിശാച്. ഞാൻ കണ്ടതാ. കുട്ടി ഇതെന്തൊക്കെയാ പറയുന്നേ? സത്യമായിട്ട് ഞാൻ കണ്ടതാ. എന്റെ പൊന്നെ, ഒന്ന് നിർത്തോ? നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. പെട്ടെന്ന് വന്ന് അതുപോലെ പോയി. ഇതൊക്കെ മാനസികമായിട്ട് എല്ലാവർക്കും തോന്നുന്ന കാര്യ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിനെയാണ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത്. ഒരാൾ കണ്ടെന്ന് അവകാശപ്പെടും, അപ്പോ വേറൊരാളും കൂടെ അതിന്റെ കൂടെ ചേരും. ഭയം അങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അടുത്ത ആളുടെ മാനസികാവസ്ഥ അവര് പോലും അറിയാതെ മറ്റൊരാൾ സാധൂകരിക്കുന്നു. ഇതാണ് ഇതിന്റെ പുറകിലെ തിയറി. അല്ലാതെ ഭൂതം, പിശാശ് അങ്ങനെ ഒരു സംഭവം ഇല്ല. നയന, നിനക്ക് ഈശ്വര വിശ്വാസം ഇല്ലെന്ന് വെച്ച് അതുള്ളവരെ മാനസിക രോഗികളെ കാണിക്കേണ്ട ആവശ്യമില്ല, കേട്ടല്ലോ. നിന്നെ പോലെ പ്രാകൃത ചിന്താഗതി ഉള്ളവരോടൊന്നും ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ എന്തായാലും അവനെ ഒന്ന് പോയി പിടിക്കാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ ഞാൻ അയൽക്കാരെങ്കിലും വിളിച്ചു കൂട്ടാം. അല്ലാതെ നിങ്ങളെപ്പോലെ ഇവിടെ പേടിച്ച് ചുരുണ്ട് മൂലക്കിരിക്കാൻ എന്നെ കിട്ടില്ല. ഇപ്പൊ ഞാൻ പോയി പണി കൊടുക്കാം. നീ എന്താ ഇപ്പൊ പറഞ്ഞ? ഞാൻ കണ്ടു. എന്ത്? ഞാൻ പോലും അറിയാതെ ഞാൻ പുറത്തു പോയി കണ്ടു. അതൊക്കെ എവിടെ നിക്കട്ടെ, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? അത് അപ്പൊ ആപത്ത് വരുമ്പോ നിന്റെ യുക്തിവാദമൊക്കെ കാണില്ലല്ലോ അല്ലേ? നിങ്ങളെ എന്നെ കുറിച്ചുള്ള കാര്യം വിട്. ഇപ്പൊ അതാണ് ഇവിടുത്തെ വിഷയം. പിന്നെന്താ? നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ സമ്മതിച്ചു. എനിക്കും ഇപ്പൊ ഒരു അനുഭവം ഉണ്ടായി. ഇത് നേരത്തെ പറഞ്ഞ ഹിസ്റ്റീരിയ മറ്റാണോ? അല്ലേ ചേച്ചി, സത്യമായിട്ട് ഞാൻ കണ്ടതാ. ഇതാ പിശാശ് തന്നെയാ. നയനെ, നീയാണ് എല്ലാത്തിനും കാരണം. മന്ത്രവാദം കാണുന്ന പോലെ നീയല്ലേ അവളെ ഇളക്കി വിട്ടത്? ഞാനല്ലല്ലോ അത് ചെയ്തേ. അവക്ക് ബ്ലാക്ക് മാജിക് അറിയാവുന്ന കാര്യം എനിക്കറിയില്ലല്ലോ. ടീനെ, നീ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടേ പറ്റൂ. എന്നെ എന്തിനാ പറയുന്നേ? എനിക്ക് ബ്ലാക്ക് മാജിക്കും ഒരു കുന്തും അറിഞ്ഞൂടാ. നിങ്ങൾ എല്ലാരും കൂടെ അല്ലേ പേടിപ്പിക്കണം, ഡെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു. ഇത് സംഭവം വേറെയാ. ഇതിന്റെ ഉത്തരവാദി ഞാനൊന്നുമല്ല, വേറൊരാളാ. അതാരാ? ഈ പ്രതിഭ ചേച്ചിയാ. സത്യം പറ, ഈ വീട്ടിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? ചുമ്മാ അനാവശ്യം പറയരുത്. ഇവിടെ മുമ്പ് സ്റ്റേ ചെയ്ത പെൺപിള്ളേരെല്ലാരും സന്തോഷത്തോടു കൂടി തന്നെയാ താമസിച്ചത്. പിന്നെ ഈ സ്ഥലം വല്ല ശവപ്പറമ്പായിരുന്നോ? ഒന്നുമല്ല, ഇതെന്റെ കുടുംബസ്വത്താ. നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ വെറുതെ എന്നെ ക്രൂശിക്കുന്നേ? ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അയ്യോ, അല്ല, ഇവിടെ എന്തോ ഉണ്ട്. അതല്ലേ നമ്മളും പറഞ്ഞു എന്തുകൊണ്ടെന്ന്. അതേ വീടിന്റെ കുഴപ്പമൊന്നുമല്ല. എനിക്ക് മനസ്സിലായി. ഇതത് തന്നെ. ആ മണി തനിയെ ചലിക്കുന്നു, മുഴങ്ങുന്നു. അതാ നമ്മളെ കളത്തിന്റെ നടുക്ക് വെച്ചത്. എന്തോ ശപിക്കപ്പെട്ട മണി തന്നെയാ. എന്റെ പൊന്നു മക്കളെ, അത് ശപിക്കപ്പെട്ടതൊന്നല്ല. ഞാനത് കാശ് കൊടുത്ത് ഒരു സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ചതാ. ചേച്ചി, ഈ വീട്ടിൽ ശപിക്കപ്പെട്ടതായിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടോ? സത്യമായിട്ട് ഈ വീട്ടിൽ അങ്ങനെ അത്ഭുത ശക്തിയുള്ളതോ ശപിക്കപ്പെട്ടതോ ആയിട്ടുള്ളതോ ഒന്നുമില്ല. അതെ, അങ്ങനെ ശപിക്കപ്പെട്ടതല്ലെങ്കിലും ഒരു പ്രത്യേക ശക്തിയുള്ള ഒരു വസ്തു എന്റെ കയ്യിലുണ്ട്. അതെന്താ നിന്റെ കയ്യിലുള്ള ആ വസ്തു? പക്ഷെ നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് തലമുറകളായിട്ട് കൈമാറി വരുന്നൊരു സിന്ദൂരച്ചെപ്പ. അതിലൊരു ദേഹി ആവാഹിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താ?
ദേഹിയോ? നിങ്ങൾ ഈ ആത്മാവ് പ്രേതം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലൊരു സംഭവം. ദേഹിക്ക് ശരീരമില്ല, പക്ഷെ പല രൂപങ്ങളുണ്ട്. അതങ്ങനെ വരാറുമുണ്ട്. എന്നിട്ട് പക്ഷെ കുഴപ്പമില്ല. ആ ചെപ്പിനെ 3 നേരവും പൂജിച്ച് എൻ്റെ അലമാരയിൽ വെച്ചിട്ടുണ്ട്. അതിന് വേറെ ആരെങ്കിലും എടുത്താലേ ദേഹി പുറത്തു വരത്തുള്ളൂ.